അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവൻ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ സ്നാക്സ് ആയിട്ടും തയ്യാറാക്കാം. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1/2 ഗ്ലാസ് മൈദയുമാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ല ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും കൂടി പോകാതെ നല്ല മയത്തിൽ സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ നല്ലൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊന്ന് കുഴച്ചെടുക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നല്ലൊന്നുകൊണ്ട് സോഫ്റ്റാക്കി എന്നിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാൻ നല്ല ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്നൊന്നൊരു സോഫ്റ്റായിട്ട് നല്ല ഒന്നൊന്ന് കുഴച്ചെടുക്കട്ടെ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാം. വൈകുന്നേരം ഉണ്ടാക്കാം, രാവിലെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് കുഴച്ചോടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. അപ്പോഴേക്കും അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട ആയാലും വേണ്ടില്ല. ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളടുത്ത് നമുക്ക് വെജിറ്റബിൾ വേറെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഇടണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുരുമുളക്, എരിവൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓരോ ബോളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കി എടുത്തിട്ട് ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മത് മുഴുവനായിട്ടും ബോളാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലൊന്ന് പരത്തിയെടുക്കട്ടെ. ഇതുപോലെ ഞാൻ മുഴുവനും എടുത്തു. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി എടുക്കുക. അതിൻ്റെ നടുവിൽ ഇതുപോലെ നമ്മൾ ഈ മുട്ടക്കൂട്ട് ഇങ്ങനെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് അതിലിട്ടിട്ട് നല്ല ഒന്ന് എടുക്കാം, ഒന്ന് പൊരിച്ച് കോരിയെടുക്കണം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇട്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഫില്ലിങ് നിറച്ചിട്ട് അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ പൊരിച്ച് കോരിയെടുക്കാം. മുട്ടയല്ലേ, മുട്ട നമ്മൾ അച്ചടി വെച്ചതായതുകൊണ്ട് നമുക്ക് റെഡിയാക്കിയിരിക്കണം, മടക്കി വെക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഇത്
നിറച്ചിട്ട് അപ്പം തന്നെ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്നുകൊണ്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ. പിന്നെ ഉള്ളിലൊക്കെ ഇങ്ങനെ മുട്ടക്കൂട്ടൊക്കെ നിറച്ചതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.